ശരിക്കും മഞ്ജു പിള്ളയായിട്ട് അതിൽ നല്ല രസകരമായിട്ടുള്ള വൈകുന്നേരം പോയി വെള്ളം അടിക്കുക, വെള്ളം അടിച്ചതിന് ശേഷം ശരിക്കും കോട്ടയം അച്ചായനും തനി അച്ചായത്തിയും ശരിക്കും മഞ്ജു പിള്ളയെ പോലെ ഉള്ള ആൾക്കാരെ അവിടെ അറിയോ? 2 പെഗ് അടിച്ചാൽ മാത്രമേ കോട്ടയം അച്ചായത്തിമാര് അതുപോലെ ഒരു പക്ക അച്ചായത്തിയാണെന്ന് പറയാൻ പറ്റുന്നത്. അതായത് പിന്നെ മഞ്ജുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് നീ ചെയ്താലേ ഞാൻ ഈ പടം ചെയ്യത്തുള്ളൂ വരെ പറഞ്ഞു. തമാശയ്ക്ക് പറഞ്ഞത് കാര്യം മഞ്ജു ആണ് ആ ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും വലിയ കാരണം. ഒന്ന് ആ സ്ലാങ് നന്നായിട്ട് പിടിക്കും, എനിക്കും പറ്റും. എൻ്റെ ഫാദറിൻ്റെ വീട് കോട്ടയോ താഴത്തങ്ങാടിയാണ്, മഞ്ജു ഏറ്റുമാനൂരാ. എനിക്ക് വർഷങ്ങളായിട്ട് ചെറുപ്പം മുതൽ എനിക്ക് അറിയാവുന്ന ഒരാളാണ് മഞ്ജു. ഒരു ആർട്ടിസ്റ്റിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു എൻ്റെ ഫാദറും മഞ്ജുവിൻ്റെ ഫാദറും ഒക്കെ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഞാൻ ഈ കഥാപാത്രം പറയുമ്പോൾ ഈ കോട്ടയം കൾച്ചർ എന്ന് പറഞ്ഞാൽ കോട്ടയത്തുള്ള എല്ലാവരും വെള്ളമടിക്കുന്നതല്ല ഞാൻ പറഞ്ഞ കേട്ടോ. പൊതുവേ കോട്ടയത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ചങ്കുറപ്പാണ്. അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒക്കെ. വൈകുന്നേരം ആകുമ്പോൾ 2 അടിക്കുക, അതുകൊണ്ട് വേറൊന്നുമല്ല, വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ള അവരുടെ ഒരു രീതിയാണ്. അപ്പോൾ മദ്യപിക്കാത്ത ഞാനും മഞ്ജു ഞങ്ങൾക്കത് ആ ഒരു ചലഞ്ചാണ്. ആ സാധനം കാര്യം ആ ഒരു സ്ലാങ്ങും ആ രീതിയും അത് തീർച്ചയായിട്ടും ജോണി ആൻ്റണിയുടെ ക്യാരക്ടറും അതോടനുസരിച്ച് കാര്യം അയാളും ചങ്ങനാശ്ശേരിക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു ബന്ധങ്ങൾ, ഈ ഒരു ഊഷ്മളത ഫാമിലി ലൈഫിലും തൊട്ടടുത്തുള്ളവരോടൊക്കെ, അത് പോലീസ് ഓഫീസർ എന്ന നിലയിലല്ല, അല്ലാതെ ഉള്ളൊരു ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഞാൻ അതേപോലെ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നന്നായി വന്നിട്ടുണ്ട്.